ഹലോ ഡിയേഴ്സ്, അപ്പോൾ ഇത് 2 ദിവസം മുന്നത്തെ വ്ളോഗാട്ടോ. കക്കാടംപൊയിൽ യാത്രയുടെ അന്ന് എനിക്ക് നൈറ്റ് ഓഫ് ആയിരുന്നേ. രാവിലെ വന്നപ്പോൾ ഞാൻ സുരേഷനോട് പറഞ്ഞു, എന്തോ ഒരു മടുപ്പ് പോലെ ഫീൽ ചെയ്യുന്നു സുരേഷ, നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോ എന്ന് കേട്ടോ. അപ്പോൾ സുരേഷനും പറഞ്ഞു, എന്നാൽ ശരി പോവാം, അത്യാവശ്യം വേണ്ട വർക്കൊക്കെ ഒന്ന് തീർത്ത് വരട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് ഒരു 11:30 ശേഷം കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ പോകുന്ന സമയത്ത് എങ്ങോട്ട് പോകണമെന്നൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. വഴിയിൽ നിന്നാണ് നമുക്ക് ഇന്നലെ കക്കാടംപൊയിൽ കുരിശുമല കാണാൻ പോയാലോ എന്നുള്ള ചിന്ത വന്നത്. അപ്പോൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ പോകുന്ന ആളുകളെ ഞങ്ങൾ വഴിയിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർ റൈഡേഴ്സാണ്, ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ട്, അത് കണ്ടിട്ട് പോകാമെന്ന് അവർ പറഞ്ഞു കേട്ടോ. ഇത് നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഒരു ഷോർട്ട് കട്ട് പോലെയുള്ള വഴിയാണ്, പക്ഷേ നല്ല രസമാണ് കേട്ടോ ആ വഴിയിൽ കൂടെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് കേട്ടോ. നമ്മളത് കാണാതെ പോയി കഴിഞ്ഞാൽ ശരിക്കും നഷ്ടമായേനെ. നമ്മൾ ആ ഒരു മൺസൂണിൻ്റെ വൈബൊക്കെ കറക്റ്റ് നമുക്ക് കിട്ടും കേട്ടോ അവിടെ നിൽക്കുന്ന സമയത്ത്. ആ വെള്ളത്തിൻ്റെ സൗണ്ടും പിന്നെ വെള്ളത്തുള്ളികൾ നമ്മളെ മേലേക്ക് തെറിക്കുമ്പോഴുള്ള ഒരു സുഖം, അങ്ങനെയൊക്കെ. അതിന് തൊട്ടടുത്തുള്ള ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ ഇത്. അപ്പോൾ ആ സ്ഥലത്ത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നുന്നു, അങ്ങനത്തെ ഒരു നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെ കൂടെ വന്നവർക്ക് ആ ഒരു ഫോട്ടോ വീഡിയോ ഭ്രാന്തൊന്നും അത്ര ഇല്ലാത്തതുകൊണ്ട് അവർ വേഗം അവിടുന്ന് പോയി. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഈ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഭയങ്കര കയറ്റമാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അപ്പോൾ എനിക്കുള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഊട്ടിയിൽ പോയിട്ട് ഉരുണ്ട് മറിഞ്ഞ് വീണ ഒരു വഴീനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വഴിയാണ്. അപ്പോൾ കയറുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം സൈഡിലൊക്കെ ഇങ്ങനെ പായലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ച കളർ പൂപ്പലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിട്ടാട്ടോ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അങ്ങനെ ഞങ്ങൾ പാർക്കിങ്ങിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ അവരുടെ ജീപ്പിലാട്ടോ പോവാം. അപ്പോൾ ഞങ്ങൾ ആദ്യം ജീപ്പില്ലെങ്കിലും നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നടന്നു തുടങ്ങിയപ്പോഴാണ് ജീപ്പ് വന്നിട്ട് അവർ ഞങ്ങളെ താഴേക്ക് വിളിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ കയറി മുന്നേ തന്നെ ഇരുന്നു കേട്ടോ. ഈ ജീപ്പ് എന്ന് വെച്ചാൽ നമ്മളല്ലാതെ വിളിച്ച് പോകുന്ന ജീപ്പാണെങ്കിൽ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1000 രൂപയാണ് വരിക ഒരു ജീപ്പിന്, എല്ലാവരും കൂടെ ഒരുമിച്ച് വിളിക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് അല്ലാതെ പോകുന്ന ജീപ്പാണ്, അതായത് ലോക്കലി അവരിങ്ങനെ സർവീസ് നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒരാൾക്ക് 50 രൂപയാണ് വരുന്നത്. പക്ഷേ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ജീപ്പ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, അവർ വെയിറ്റ് ചെയ്യുന്നില്ല. മറ്റേ ജീപ്പ് നമ്മളെ തിരിച്ച് ഇങ്ങോട്ടും കൂടെ പിക്ക് ചെയ്യാൻ അവർ അവിടെ തന്നെ വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർ പോയിട്ടാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ കൂട്ടുന്ന സമയമാകുമ്പോഴത്തേനും അവരവിടെ എത്തും കേട്ടോ. ഇത് പക്ഷേ അങ്ങനെയില്ല, നമുക്ക് അങ്ങോട്ട് കിട്ടിയെന്നുള്ളതേ ഉള്ളൂ, ഇങ്ങോട്ട് കിട്ടുമോ ഇല്ലയെന്നൊരു ഉറപ്പില്ല കേട്ടോ. പിന്നെ അത് എന്തായാലും നല്ല അടിപൊളി ഒരു ഓഫ് റൈഡ് ഫീൽ തന്നെയായിരുന്നു കേട്ടോ ആ ഒരു ജീപ്പ് സവാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇവിടെ 2 കുന്നുകളാണല്ലോ. നേരെ മുന്നിൽ ഇപ്പുറത്ത് കാണുന്നത് കുരിശുമല, ഈ കാണുന്നതാണ് സ്വർഗ്ഗക്കുന്ന് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുരിശുമലയിലേക്ക് അധികം കയറാനില്ല, കുരിശുമലേൻ്റെ ഒരു ഇരട്ടിയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ട് കേട്ടോ ഈ സ്വർഗ്ഗക്കുന്നിലേക്ക്. നമ്മൾ എന്തായാലും എന്നാൽ സ്വർഗ്ഗക്കുന്ന് തന്നെ കയറാമെന്ന് സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ ജീപ്പിന് വന്ന ആളുകളാണ് മുന്നിൽ പോകുന്നത്. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ റേഞ്ച് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും അത്യാവശ്യം ക്യാഷൊക്കെ കയ്യിൽ കരുതണം, എന്തെങ്കിലും അവിടെ നിന്ന് വാങ്ങണമെങ്കിലൊക്കെ. അവിടെ ചെറിയൊരു കട ഉണ്ട് കേട്ടോ. അപ്പോൾ കയറി തുടങ്ങിയപ്പോൾ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ കയറി കുറച്ചെത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കോടയും ആ തണുപ്പൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയാണ്. കയറുമ്പം കുറച്ച് കുത്തനെയാണ് കയറ്റം എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് നിന്നിട്ടും പിന്നെ ആ ഒരു വൈബൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്ത് പതുക്കെ കയറിയാൽ മതി. അപ്പോൾ കുറച്ചിങ്ങനെ കുത്തനെ കയറ്റമായതുകൊണ്ട് കയറുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം. ചവിട്ടുമ്പോൾ നമ്മൾ ചെറിയ ഇങ്ങനെ ഉരുളൻ കല്ലുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതിലൊക്കെ ചവിട്ടിയിട്ട് സ്ലിപ്പായി പോവാതെയൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനെ കയറണം കേട്ടോ. പിന്നെ മുകളിലേക്ക് എത്തുമ്പോൾ ഇതേപോലെ കുറച്ചിങ്ങനെ ദുർഘടമായൊരു വഴിയാണ്, പക്ഷേ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ കയറാൻ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയാനൊന്നുമില്ല. പിന്നെ മുകളിലെത്തി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, നല്ല അടിപൊളി കാറ്റും കോടയും എല്ലാം കൂടെ ആയിട്ട്. അപ്പോൾ കയറി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കരുത് കേട്ടോ. നമ്മൾ വീണ്ടും അവിടെ നിന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് നല്ല അടിപൊളി നമുക്ക് ആ ഒരു വൈബ് ശരിക്കും കിട്ടുന്ന രീതിയിൽ കോടയും കാറ്റും എല്ലാം കൂടെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലങ്ങൾ. ചിലരൊക്കെ അവിടെ കയറി എത്തിയിട്ട് മുന്നോട്ട് അധികമൊന്നും കാണാനില്ല എന്ന് വിചാരിച്ചിട്ട് തിരിച്ചു പോകും. അങ്ങനെ പോകരുത്, അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നടന്നു പോകുന്ന വഴിയില്ലേ, അതിനപ്പുറത്ത് കാണുന്ന ആ കോടേൻ്റെ ഉള്ളിൽ കൂടെ കാണുന്ന ആ കുന്നില്ലേ, അവിടേക്ക് നമുക്ക് പോകാൻ പറ്റും. കുറച്ച് ചെറിയ വഴിയാണെന്നേ ഉള്ളൂ, കുറച്ച് ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ നമ്മുടെ മുന്നിൽ പോയ ആളുകളൊന്നും നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ശരിക്കും കാണാൻ പറ്റുന്നില്ല, അത്രയും കോട ഇങ്ങനെ വന്ന് പൊതിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ആ കാണുന്നില്ലേ. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ട്. പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് അവരെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണേലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ. ആ ഒരു പ്രകൃതിയെ നമ്മൾ അത്രയും ഇങ്ങനെ അടുത്തറിഞ്ഞ് തൊട്ടറിയുന്നൊരു ഫീലാണ്.
നമ്മൾ ശരിക്കും സ്വർഗ്ഗക്കുന്ന് എന്ന് പറഞ്ഞ പേര് അന്വർത്ഥമാക്കുന്ന ഒരു സ്ഥലം തന്നെ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. തിരിച്ചിറങ്ങിയപ്പം അവിടെ ഒരു ജീപ്പുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വിളിച്ച് വന്ന ജീപ്പ് അല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അവർ കുറച്ച് നേരം ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ വെയിറ്റ് ചെയ്തിട്ട് അവസാനം ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടി മാത്രം തന്നെ അവർ താഴേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്നാലും വലിയ ചാർജൊന്നും വാങ്ങിയില്ല. ഒരാൾക്ക് 100 രൂപയെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ അവരുടെ ടീമിനെ അവർക്ക് പിക്ക് ചെയ്യാനുണ്ട് അവിടുന്ന്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കൊണ്ടുവന്ന ആളുകളെ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ അവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ നല്ല ഹോട്ടലൊക്കെ എത്താൻ കുറേ കഴിയും. അപ്പോൾ അവിടുന്ന് ബ്രോസ്റ്റഡും പിന്നെ ചെറിയ തട്ടുകടയാണ്, പക്ഷെ അവിടെ ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ സ്നാക്സ് ഉണ്ട് കേട്ടോ, അതൊക്കെ കഴിച്ചു. അവിടെ നല്ല അടിപൊളി സോസും മയണൈസൊക്കെ കൂട്ടിയിട്ട് അത് കഴിച്ചിട്ട് തൽക്കാലം വിശപ്പൊന്ന് ശമിച്ചപ്പോൾ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും കക്കാടംപൊയിൽ നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും കൂടുതൽ ഇഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിക്കാണെങ്കിലും നമ്മൾ ദൂരേക്ക് നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഇതേപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അത് കഴിഞ്ഞ് മുക്കത്തെത്തിയപ്പോൾ നമ്മൾ ബ്രോസ്റ്റഡ് കഴിച്ചു കേട്ടോ. അല്ല സോറി, ഷവായി ചിക്കൻ കഴിച്ചു. അപ്പോൾ ഷവായും പിന്നെ നമ്മളൊരു ഗ്രേപ്പ് ലൈമും കൂടെ കുടിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ്